ശകലയാണ് ആദ്യം പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. നടുക്കിരിക്കില്ലേ ശിവന്റെ, അത് ആദ്യ വൈത്തീശ്വരൻ 3 കിലോമീറ്റർ അകലെയായിരുന്നു പ്രതിഷ്ഠ. എന്നിട്ട് ചോളരാജാക്കന്മാര് വന്നു കഴിഞ്ഞപ്പോൾ ഈ വലിയ അമ്പലം ഉണ്ടാക്കി ഇവിടെ വേറെ പ്രതിഷ്ഠ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ ഇവിടെ കൊണ്ട് അതിന്റെ ഇപ്പുറത്തിരിക്കുന്നത് ഗണപതിയും ഇപ്പുറത്തിരിക്കുന്നത് മുരുകനും. നമ്മളിപ്പോ ഉള്ളത് വൈത്തീശ്വരൻ കോവിലാണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് സർപ്രൈസ് ആയിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ വന്നത് വൈത്തീശ്വരൻ കോവിലാണ്. അത് നാഡീ ജ്യോതിഷത്തിനൊക്കെ പ്രസിദ്ധമായ സ്ഥലമാണ്. ശിവന്റെ അമ്പലമാണ് വൈത്തീശ്വരൻ കോവില്. ശിവനല്ലേ അമ്മേ വൈത്തീശ്വരൻ കോവില്? ശിവനല്ലേ പ്രതിഷ്ഠ? വൈദ്യനാഥറുണ്ട്, ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. മെയിൻ ശിവനാണ്. അടിപൊളി ഒരു ഗോപുരം. എന്ത് രസം നോക്ക്. തമിഴ് ആർക്കിടെക്ചറാണ്, തഞ്ചാവൂർ ആർക്കിടെക്ചർ. 4 ഗോപുരം ഉണ്ട് അല്ലേ ഇവിടെ? 2 ഗോപുരം തോന്നുന്നു. അതെ, 2 ഗോപുര. അപ്പുറവശം മുൻവശം, ഇത് പുറകുവശ. അല്ല ഇവിടെ ഇങ്ങനൊരു വലിയൊരു ആൽമരം ഉണ്ട്. അതിന്റെ ചോട്ടിലാണ് ആദ്യം വൈത്തീശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദ്യം പ്രതിഷ്ഠിച്ചത് കുറച്ച് മാറിയായിരുന്നു. അതിനുശേഷം അമ്മ പറഞ്ഞതാണ് ഇപ്പോൾ ചോളരാജാക്കന്മാരാണ് ഇവിടെ മാറ്റി പ്രതിഷ്ഠിച്ചത്. അത് അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ടിൽ നല്ല രസം, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നല്ല ഭംഗിയാണ്. അതായത് നല്ല ഒരുപാട് എന്താ പറയുക, വലിയ ഇടനാഴികളും ഫുൾ കൽത്തൂണുകളും നല്ല ഭംഗിയാണ്. പക്ഷെ അകത്തേക്കൊന്നും നമുക്ക് ഫോൺ കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഈ പുറമേ നിന്നുള്ള ഭാഗം മാത്രം ഞാനൊന്ന് എടുക്കുന്നതാണ്. അകത്തേക്ക് നമുക്ക് അമ്പലമല്ലേ, ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇത് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ കയറിയത്. പക്ഷെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു ഗോപുരമാണ് ഫ്രണ്ടിലും ഉള്ളത്. അതെ, ഈ വാതിലെന്നാ എന്താ വലിപ്പമുള്ള വാതിൽ. ആ കോറിഡോറൊക്കെ എന്ത് രസമല്ലേ കാരണം. കോറിഡോർ അതിൻ്റെ മുകളിലത്തെ സീലിംഗ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഇത് പുറകുവശത്തെ കാഴ്ച. ഇതിലും നല്ല ഭംഗിയായിട്ടുള്ള സീലിംഗൊക്കെയാണ് അമ്പലത്തിനുള്ളിൽ. ഇതല്ലോ എന്ത് രസം നമുക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രണ്ടിൽ എന്ത് ഭംഗിയായിരിക്കും എന്നുള്ളത്. ഇത് പുറകുവശത്തെയാണ് തൂണുകളും സീലിംഗും. ഗുഡ് മോർണിംഗ്. ഞങ്ങള് വൈത്തീശ്വരൻ കോവിലിന്റെ അടുത്ത പ്രദേശത്താണ് താമസിച്ചത്. നല്ല വൈകുന്നേരം അവിടെ എത്തിയത്. വൈത്തീശ്വരൻ കോവിലിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം, അടുത്തല്ല കുറച്ച് ദൂരം അപ്പുറത്തെ മാറി താമസിച്ചത്. മയിലാടുംതുറ എന്ന് പറയും. അപ്പോൾ അവിടെ 1-2 നല്ല ഫേമസ് അമ്പലങ്ങളുണ്ട്. മുരുകൻ്റെ അമ്പലമുണ്ട്, രംഗനാഥസ്വാമി ക്ഷേത്രമുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു. ഇനി ഇവിടുന്ന് മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വൈത്തീശ്വരൻ കോവിലിൽ പോയി തൊഴുതിട്ട് തിരിച്ച് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ കോവിൽ. ഇവിടെ ഒരു ഗോപുരം. ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളുടെ ഗോപുരവും ഇതുപോലെ ഭയങ്കര കളർഫുള്ളാണ്, നല്ല അടിപൊളി ലുക്കിലാണ്. ഇത് മഹാവിഷ്ണു കിടക്കുന്ന, അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അംഗശയനം പോലെ കിടക്കുന്ന രൂപത്തിലുള്ള ക്ഷേത്രമാണ്. മഹാവിഷ്ണു ക്ഷേത്രമാണ് രംഗനാഥസ്വാമി പരിമള ക്ഷേത്രം. പരിമള അദ്ദേഹത്തിൻ്റെ ഭാര്യ. കിടക്കുന്ന രൂപത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് രംഗനാഥസ്വാമി ക്ഷേത്രം. ഇത് മയിലാടുംതുറയാണ്. മയിലാടുംതുറ നമ്മുടെ വൈത്തീശ്വരൻ കോവിലൊക്കെ അവിടെ നിന്നൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 1.5 മണിക്കൂറില്ല, ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അവിടെയാണ് നമ്മൾ റൂമെടുത്ത് താമസിച്ചത്. ആ ഭാഗത്തുള്ള അമ്പലമാണ്. നമ്മളിവിടെ തൊഴുതിറങ്ങി പോവുകയാണ്. അത് അതിൻ്റെ കവാടമാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കാണിക്കാം. പരിമള രംഗനാഥ പെരുമാൾ ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടൊരു ടെമ്പിളാണ്. ഇത് വളരെ പുരാതനമായ 108 ദിവ്യദേശം ക്ഷേത്രങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു രഥോത്സവം നടത്തുന്നുണ്ട്. തടി കൊണ്ടുള്ള ഈ കാണുന്ന രഥമാണ് ആളുകൾ ഡിവോട്ടീസ് വലിച്ചുകൊണ്ട് പോയി. തമിഴ്നാട്ടിലെ കാർത്തിക മാസത്തിലാണ് ആ രഥോത്സവം നടത്തുന്നത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു രഥമാണ് കേട്ടോ. ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഡിവോട്ടീസ് വലിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ രഥോത്സവം നടത്തുന്നത്. അതെല്ലാ വർഷവും നടത്തുന്ന ഒരു ഉത്സവമാണ്. ഇത് മയൂരനാഥർ കോവിലാണ്. ഇതാണ് അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. വളരെ പഴയ ഒരു അമ്പലമാണ്. അതിൻ്റെ കോട്ടവാതിൽ ഞാൻ കാണിച്ചു തരാം. കോട്ടവാതിലല്ല, ഗോപുരം. അതാണ് കാണേണ്ടത്. ഇവിടെയൊക്കെ ഇങ്ങനെ കരിങ്കല്ലിൻ്റെ തൂണുകൾ കണ്ടു. ഇവിടെ
അതിൻ്റെ ഉള്ളിൽ നിറച്ച് അമ്പലത്തിനുള്ളിൽ നിറച്ചും കരിങ്കൽ തൂണുകളാണ്. നല്ല ഭംഗിയുള്ള, ഇതൊക്കെ പുതിയതായിട്ട് വന്നത് തൂണാന്ന് തോന്നുന്നു. പക്ഷെ അമ്പലത്തിനുള്ളിലുള്ള നല്ല പഴയ കാലഘട്ടത്തിലെ, ഇതൊക്കെ ഒരു ഏകദേശം 1000 വർഷമൊക്കെ പഴക്കമുണ്ടാവും. വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് ഇവിടെ. ഇതിലും നല്ല തൂണുകളകത്തുള്ളത്. ക്ഷേത്രക്കുളമുണ്ട്. ക്ഷേത്രക്കുളത്തിന് നടുക്കൊരു മണ്ഡപമൊക്കെ ഉണ്ട്. ഉണ്ടോ? ക്ഷേത്രക്കുളത്തിന് നടുക്കൊരു മണ്ഡപം, വലിയൊരു കുളമാണ്. ഒരുപാട് കിളികൾ വന്നിരിപ്പുണ്ട് അവിടെ. ആ മണ്ഡപത്തിൽ ഒരുപാട് കിളികൾ വന്നിരിപ്പുണ്ട്. ഇതിൻ്റെ ഗോപുരമാണ് കാണേണ്ട കാഴ്ച. വാവ്, കണ്ടോ? ഭയങ്കര വലിയൊരു ഗോപുരമാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തമിഴ്നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും ശില്പികൾ തഞ്ചാവൂരിലാണ്. ഇതിപ്പോൾ തഞ്ചാവൂർ ജില്ല തന്നെയാണ്. തഞ്ചാവൂർ ജില്ലയുടെ തൊട്ടടുത്ത പാർക്കുന്നതാണ്. തഞ്ചാവൂർ എന്നുള്ള ശില്പികൾ പണിത അമ്പലമാണ്. ആ ഗോപുരം നല്ല ഭംഗിയുണ്ട്. വാ, ഇഷ്ടപ്പെട്ടോടാ ഈ അമ്പലം? വലിയൊരു വാതില്, ഇവിടെ ചെറിയൊരു മൂർത്തിയുണ്ട്. പേരൊക്കെ തമിഴിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്, ഏത് മൂർത്തിയാണെന്ന് അറിയില്ല. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശിവനാണ്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. അമ്പലത്തിൻ്റെ ഗോപുരം ഭയങ്കര വലിയ ഗോപുരം. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള ദർശനമാണ്. എന്നിട്ട് ഇതിന് ഉള്ളിൽ നിന്ന് എടുത്തത്. ഇതതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന വാതിൽ നിന്നുള്ള ദർശനം. വലിയ കോവില്, വലിയ ഒരു ഗോപുരവും. ഇവിടെ നിന്ന് ഞങ്ങൾ വേറെ ഞാൻ വൈത്തീശ്വരൻ കോവിലിൽ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളുള്ളത് വൈത്തീശ്വരൻ കോവിലിലാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പഴയ ഒരമ്പലമാണ്. ഗോപുരവാതിൽ കണ്ടോ? ഇതാണ് ഗോപുരവാതിൽ. ഭയങ്കര വലിയ ഹ്യൂജ് ഒരു അമ്പലം കേട്ടോ. ഇത് മയിലാടുംതുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ തന്നെ ശരിക്കും കുംഭകോണം, തഞ്ചാവൂർ, ചിദംബരം ഈ ഒരു ഏരിയയാണ്. ഇത് മൊത്തം എന്താണ് അമ്പലങ്ങളുടെ അല്ലെങ്കിൽ കോവിലുകളുടെ നഗരം എന്നാണ് പറയുന്നത്. അവിടെയുള്ള അമ്പലമാണ് വൈത്തീശ്വരൻ കോവിൽ. നാടീ ജ്യോതിഷത്തിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. നാടിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ നാടീ ജ്യോതിഷത്തിന് വേണ്ടി വരാറുണ്ട്. ഇത് അതിൻ്റെ കയറി വരുന്ന വഴി. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഏടുകളിലായിട്ട് ആൾക്കാരുടെ എല്ലാ കാലത്തെയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അകത്തെ അമ്പലത്തിൻ്റെ കോവിൽ അല്ല, ദർശനം ഇതാണ്. ഉള്ളിലേക്ക് ഫോണിലെടുക്കാൻ പറ്റില്ല. അതാണ് ഉള്ളിലേക്ക്. ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരു ഗോപുരമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. ഇതതിൻ്റെ പുറകു വശമാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങൾ എടുത്തിരുന്നു. അത് ഈ വീഡിയോയുടെ തന്നെ അറിയാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഫ്രണ്ട് സൈഡ് വേറൊരു സൈഡിലാണ്. അതായത് വേറൊരു വലിയ ഗോപുരവും സംഭവമൊക്കെ ആയിട്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇവിടുന്ന് ഈ ഗോപുരം കിട്ടും. ഭംഗിയാ നോക്ക്. രാത്രി ഞാൻ ഇത് തന്നെ കാണിച്ചതാ. പക്ഷെ രാവിലത്തെ വ്യൂ കാണിക്കാനാണ് ഞാനിപ്പോൾ തിരക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇത് കടത്താൻ പറ്റില്ല. ഇവിടെ വരേ പറ്റുള്ളൂ. ഇവിടെ തന്നെ 1-2 പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ ആലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മൂലസ്ഥാനം. ഇതാണ് മൂലസ്ഥാനം. ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റില്ല. വൈത്തീശ്വരൻ കോവിലിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് നല്ല കല്ലുകളുടെയൊക്കെ തൂണുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന സമയത്ത് ഫ്രണ്ടിലുള്ള തൂണ് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഫ്രണ്ടിലല്ല, ബാക്ക് സൈഡിലുള്ള തൂണ് ഞാൻ കാണിച്ചു തന്നിരുന്നു. പക്ഷെ ഇതാണ് ഒറിജിനൽ ആ കല്ലിൻ്റെ തൂണ്, ഇടനാഴി. എന്ത് ഭംഗിയായിട്ടാണ് നോക്ക്. ഇതിനുള്ളിൽ വീഡിയോ എടുക്കരുതെന്നാണ്
ഞാനിവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം ചെറുതായിട്ട് എടുത്തോളാൻ പറഞ്ഞു. വാവ്, നല്ല അടിപൊളി ഭംഗി. പണ്ടത്തെ ചോള സാമ്രാജ്യ സമയത്തുള്ള അമ്പലമാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള ചോള സാമ്രാജ്യമാണോ നായക്കരാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അത്രയും വർഷം പഴക്കമുള്ളതാണ്. ഇതാണ് ആ നീളമുള്ള ഫുൾ കരിങ്കല്ലിൽ തീർത്ത തൂണുകളുടെ ഇടനാഴി. ഇത് കണ്ടോ, ഇതൊക്കെ മൊത്തം കരിങ്കല്ല, ഫുള്ള് കരിങ്കല്ലിൽ തീർത്ത. നമുക്ക് പുറത്തേക്ക്, ഇത് ഫ്രണ്ട് എൻട്രൻസ്. ഇതാണ് ഞങ്ങൾ ബാക്കിൽ കൂടിയാണ് കയറിയത്. ബാക്കിൽ കൂടി കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത്. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. ഫ്രണ്ടിൽ ഒരുപോലെ അതിനൊരു ഗോപുരമുണ്ട്. വലിയൊരു ഗോപുരം അതിൽ ഫ്രണ്ടിലുമുണ്ട്. ഇതാണത്. വാ, എന്ത് ഭംഗിയാ നോക്ക്. വാ, അടിപൊളി വ്യൂ. ഇതിലാണ് കയറി വരുന്ന എൻട്രൻസ്. അതിനിടയ്ക്ക് ആരോ ഒന്നിൽ തലയെ പിടിച്ച് അനുഗ്രഹിച്ചു. അപ്പുറത്ത് നിറഞ്ഞാണ്. ബാക്കി കാഴ്ചകൾ പിന്നെ കാണിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അതായത് നമ്മുടെ വൈത്തീശ്വരൻ കോവിലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി അടുത്ത യാത്ര തുടങ്ങുകയാണ്. കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എന്ത് രസം ഗോപുരം കാണാൻ. അപ്പോൾ അടുത്ത യാത്ര എവിടേക്കാണെന്നുള്ള ഞങ്ങളിപ്പോൾ പറയുന്നില്ല. അടുത്ത യാത്രയിലെ വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോ കാണിക്കാം. അതിലേക്കും ബൈ.